വയനാട് ഫണ്ട് തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസിനും ലീഗിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇക്കാര്യത്തിൽ കണക്ക് പറയാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. CPIM കേരളത്തിലെ 1947 ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകിയെന്നും കണക്കുകൾ നിരത്തി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വയനാട് ഫണ്ട് തട്ടിപ്പിലാണ് യൂത്ത് കോൺഗ്രസിനും ലീഗിനുമെതിരെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം. ആകെ 89 ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസിന് ആയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗും ഫണ്ട് ദുരുപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ 3-4 ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവർ പിരിച്ച തുക സംസ്ഥാന സർക്കാരിന് കൈമാറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച പണം അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ്. വയനാട്ടിൽ സംസ്ഥാന സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. CPIM കേരളത്തിലെ ഭവനരഹിതർക്ക് 1947 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും കണക്കുകൾ നിരത്തി MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ 2238 ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത്. 2238. അതിൽ 1947 വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത്. ചില്ലറ കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കോട്ടയത്ത് ഊട്ടിക്കൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് 25 വീട് നഷ്ടപ്പെട്ടിരുന്നു അന്ന്. ആ 25 വീട്ടുകാർക്കും സ്ഥലവും വീടും പൂർണ്ണമായി നിർമ്മിച്ചു നൽകിയത് CPIM ആണ്. അതുൾപ്പെടെ ചേർത്ത് 1947 വീട് ഇതിനകം പൂർത്തിയാക്കിയതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട്. യൂത്ത് കോൺഗ്രസ് ഫണ്ട് തിരിമറി കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PJ കുര്യനും യൂത്ത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.